കല്ലുകളൊക്കെ ദേ തിരിച്ചു വരാൻ പോകുന്നുണ്ട് മക്കളെ. വെയിറ്റ് ചെയ്യൂട്ടോ. ഞാൻ കരുതിയത് എനിക്ക് നീതി കിട്ടില്ല എന്നാണ്, പക്ഷെ അതെനിക്ക് നീതി കിട്ടുമെന്നുള്ള രീതിയിലൊക്കെ ആയി വന്നിട്ടുണ്ട്. അതിനൊക്കെ ആദ്യമേ തന്നെ നന്ദി പറയേണ്ടത് മറ്റാരോടുമല്ല, ഉത്തര ഉണ്ണിനോടാണ്. നീയാണ് മോളെ തുടക്കമിട്ട് തന്നത്. ആ തുടക്കം നിന്നിലേക്ക് തന്നെ ഒടുക്കമാവാൻ പോവുകയാണ്. ഒരുപാട് ആൾക്കാർ കല്ലെറിഞ്ഞിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഈ കല്ലെറിഞ്ഞ ആൾക്കാർക്കൊക്കെ തിരിച്ചതേ കല്ല് തന്നെ അതേ നാണയത്തിൽ തന്നെ വരും എന്ന് നിങ്ങൾ ചിന്തിച്ചോ? എന്നാൽ ചുമ്മാതാ. ആ നാണയത്തിൽ തന്നെ അല്ലാതെ കല്ല് തിരിച്ചറിയാനുള്ള വകുപ്പും നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥയ്ക്കുണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലായി. ആ ഒരു രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഓരോരുത്തരും ഒരാളെപ്പോലും വിടാതെ എനിക്ക് നീതി മേടിച്ചെടുക്കാനുള്ള അങ്ങേയറ്റം വരെയും ഞാൻ പോയി. കാരണം വ്യാജപ്രചരണം, മതസ്പർദ്ധ ഉണ്ടാക്കാൻ പോവുക, എൻ്റെ ജോലിയെ അപമാനിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ആൾക്കാർ തളർന്നു പോയിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. പക്ഷേ താങ്ങായിട്ട് നിന്നതും ഒരു നിയമപാലകൻ തന്നെയാണ്. എന്നോട് പറഞ്ഞു, ഇന്ന കാര്യം ചെയ്തോ, നീ പോകെ, നിനക്ക് നീതി കിട്ടുന്നു. അപ്പോൾ അപ്പോഴാണ് ഇതിലൊക്കെ നമുക്ക് ഇറങ്ങി പുറപ്പെട്ട നീതി കിട്ടുള്ളൂ. പലരും പറഞ്ഞിട്ടുണ്ട് നിസ്സാര കേസായി ഈ സോഷ്യൽ മീഡിയയിൽ അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ളതിന്. അത് നമുക്ക് കാണാം, നിസ്സാരമാണോ വലുതാണോ ചെറുതാണോ എന്നൊക്കെ ഉള്ളത്. ഏത് തന്നെയായാലും ഒരു കാര്യം ഓർക്കുക, എന്നെ കല്ലെറിഞ്ഞപ്പം എനിക്ക് വേദനിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇരട്ടിയായിട്ടാണ് നിങ്ങളടുത്തേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് നേരിടാനുള്ള കരുത്തും അതിനുള്ള സാമ്പത്തിക ശേഷിയും ഒക്കെ ഉണ്ടായേക്കാം, പക്ഷെ എനിക്കും ജീവിക്കണം, എൻ്റെ കുടുംബത്തിനും ജീവിക്കണം. മാന്യമായിട്ടുള്ളൊരു തൊഴിലെടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ആ തൊഴിലിനെയും എന്നെയും മാന്യതക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ പുറത്തേക്ക് പ്രചരിപ്പിക്കുന്ന സമയത്ത് ഒരു കുടുംബത്തിനുണ്ടാവുന്ന നഷ്ടവും ഒരു കുടുംബത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും നിങ്ങൾ ഒരിക്കലും ഓർക്കാറില്ല. അതേപോലെ നിങ്ങളുടെ കുടുംബക്കാരെങ്കിലും പറയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വ്യാജപ്രചരണം നടത്തുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത്. എന്നാലോ നിങ്ങളാരെങ്കിലും അടങ്ങിയോ? ആരും അടങ്ങിയിട്ടില്ല, ആരും ഇനി അടങ്ങാനും പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? നിയമം അതിൻ്റെ പുറകെ പോയി. ഒരു കാലത്ത് നീതി കിട്ടുമെന്നുള്ള അടിച്ചുറച്ച വിശ്വാസം, ഓവർ കോൺഫിഡൻറ്റോടെ 40ഉം 50ഉം കേസുള്ള ആൾക്കാർ ഇത് വെറും നിസ്സാര കേസ് എന്ന് പറയുന്നു. ആയിക്കോട്ടെ, ആ നിസ്സാര കേസാണെങ്കിലും ഒരു ദിവസം ഇതിൻ്റെ പിറകെ നിങ്ങൾ നടക്കുന്നുണ്ടല്ലോ, നടത്തുമല്ലോ ഞാൻ, അത് മതി എനിക്ക്. അപ്പം നിങ്ങൾക്ക് നിസ്സാരമാണെങ്കിലും എനിക്കെൻ്റെ ലൈഫ് വലുത് തന്നെയാണ്. എൻ്റെ കുട്ടികൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടികളെ എൻ്റെ ഭർത്താവിനെയും എന്നെയൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന കുറച്ച് യൂട്യൂബർമാരുണ്ട്. പേരെടുത്ത് പറയാൻ എനിക്ക് ഉത്തര ഉണ്ണിനെ മാത്രമേ ഇഷ്ടമുള്ളൂ. കാരണം എല്ലാത്തിനും തുടക്കമിട്ടത് അവളാണ്. അവക്കിട്ടിട്ടാണ് ആദ്യത്തെ കൊട്ട്, ബാക്കിയൊക്കെ വഴിയെ വരുന്നുണ്ട്. ഉത്തര ഉണ്ണിനെ ഇമിറ്റേറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ കരയുന്നുണ്ട്, ജസ്ന ഇനിയൊന്നും ചെയ്യല്ലേ, ഞാനൊരു പാവമാണ് എന്ന്. ഞാനൊന്നും ചെയ്യാൻ വരുന്നില്ല മക്കളെ. ഞാൻ വിട്ടുകൊടുത്തു നീതിന്യായ വ്യവസ്ഥയ്ക്ക്. അവർ തീരുമാനിക്കട്ടെ എന്താണ്, ആരിലാണ് ശരി, ആരിലാണ് തെറ്റ്. ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെയും നമ്മളെ അഭിവൃദ്ധിപ്പെടുത്തുമ്പോൾ നിയമത്തിൻ്റെ കണ്ണ് നമ്മുടെ നേർക്കൊരു നാൾ തുറക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായൊരു സംഭവമാണ്. തുറപ്പിക്കും നമ്മൾ നിയമത്തിൻ്റെ കണ്ണ്. അപ്പം അങ്ങനെയാണ് എറിഞ്ഞ കല്ലുകൾ തിരിച്ചു വരാൻ പോകുന്നു. വെയിറ്റ് ആൻഡ് സീ.